ദൈവത്തിൻ്റെ സഹായത്താൽ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ധാരാളം പള്ളികളും ഇതര കത്തോലിക്ക സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിനും അങ്ങനെ ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ എൻ്റെ പുതിയ രൂപതയെ രണ്ടായി തിരിക്കാവുന്ന പരിതസ്ഥിതി സൃഷ്ടിക്കുന്നതിനും ഞാൻ ശ്രമിക്കുന്നതാണ്. 1956 കോതമംഗലം രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനായ ശേഷം മാർ മാത്യു പോത്തനാമൊഴി പിതാവ് റോമിലെ ഡമഷീനോ കോളേജിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിവ. ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റം കോതമംഗലം രൂപതയുടെ മുമ്പിൽ തുറന്നിടുന്ന അനന്ത പ്രേക്ഷിത സാധ്യതകളെ മുൻകൂട്ടി കണ്ട ഒരു ക്രാന്തദർശിയായ രൂപത അധ്യക്ഷൻ്റെ വാക്കുകളാണ് അന്ന് ഡമഷീനോ കോളേജിൽ മുഴങ്ങിക്കേട്ടത്. രൂപതയുടെ ആരംഭം മുതൽ തന്നെ ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനതയ്ക്ക് പ്രത്യേക കരുതൽ നൽകിക്കൊണ്ടായിരുന്നു രൂപതയുടെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിരുന്നത്. വൈദികരുൾപ്പെടെ രൂപതയുടെ എല്ലാ വിഭവശേഷിയും സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഹൈറേഞ്ചിലേക്ക് കേന്ദ്രീകരിക്കുന്നതിൽ അഭിവന്യ പോത്തനാമൊഴി പിതാവും അഭിവന്യ പുന്നക്കോട്ടിൽ പിതാവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഫലം ഹൈറേഞ്ചിൻ്റെ ദ്രുതഗതിയിലുള്ള വികസനമായിരുന്നു. കോതമംഗലം രൂപത സ്ഥാപിക്കപ്പെടുമ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ 17 പള്ളികളാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ 2003 ആയപ്പോഴേക്കും ഹൈറേഞ്ചിലെ പള്ളികളുടെ എണ്ണം 124 അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രൂപതയുടെ കിഴക്കൻ മേഖലകളിൽ അജപാല പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുവാനും കാര്യക്ഷമമായി നടപ്പാക്കുവാനും ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് ഒരു പുതിയ രൂപത ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായി മാറി. ഈ അനിവാര്യത മുൻകൂട്ടി കണ്ട് രൂപതയിലെ വിവിധ സമിതികളിൽ ആലോചിച്ച് പുതിയ ഒരു രൂപതയ്ക്ക് വേണ്ടിയുള്ള നീക്കം രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ആരംഭിച്ചു. കോതമംഗലം രൂപതയുടെ കിഴക്കൻ മേഖലയിൽ വാഴത്തോപ്പ് കേന്ദ്രമാക്കി ഇടുക്കി എന്ന പേരിൽ ഒരു രൂപത സ്ഥാപിച്ചു കിട്ടണമെന്ന അപേക്ഷ 1999 നവംബർ 26 രൂപതാധ്യക്ഷൻ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിലും വത്തിക്കാനിലും സമർപ്പിച്ചു. അവിഭക്ത കോതമംഗലം രൂപതയിലെ 16 ഫൊറോനകളിൽ ചുരുളി, ഇരട്ടയാർ, കൂമ്പൻപാറ, പാറത്തോട്, രാജാക്കാട്, തങ്കമണി, വാഴത്തോപ്പ്, വെള്ളത്തൂവൽ എന്നീ 8 ഫൊറോനകളെ ഉൾപ്പെടുത്തി 2002 ഡിസംബർ 19 മച്ചുറൻസെൻസ് കത്തോലിക്ക ഫീദസ് എന്ന ബൂള വഴി വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇടുക്കി രൂപത സ്ഥാപിച്ചു. ഈ ഫൊറോനകളിൽ ഇടവകകളും സ്റ്റേഷനുകളുമായി 124 പള്ളികൾ ഉൾപ്പെട്ടിരുന്നു. കോതമംഗലം, മൈലക്കൊമ്പ്, ആരക്കുഴ, കരിമണ്ണൂർ, മാറുക, മുതലക്കോടം, പൈങ്ങോട്ടൂർ, വാഴക്കുളം എന്നീ ഫൊറോനകളിലായി ഇടവകകളും അവയുടെ സ്റ്റേഷനുകളും ഉൾപ്പെടെ 112 പള്ളികൾ കോതമംഗലം രൂപതയിൽ നിലനിർത്തി. പുതിയ രൂപതയുടെ പ്രഥമ ഇടയനായി കോതമംഗലം രൂപതയുടെ മൈൻഡർ സെമിനാർ റെക്ടറായിരുന്ന റവർ ഡോക്ടർ മാത്യു ആനിക്കുഴിക്കാട്ടിലിനെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം 2003 ജനുവരി 15 കോതമംഗലം മെത്രാസന മന്ദിരത്തിൽ വെച്ച് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് നടത്തി. മെത്രാഭിഷേകവും പുതിയ രൂപതയുടെ ഉദ്ഘാടനവും വാഴത്തോപ്പ് സെൻറ് ജോർജ് പള്ളി ഗ്രൗണ്ടിൽ വെച്ച് 2003 മാർച്ച് 2 നടത്തി. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ മുഖ്യ കാർമ്മികനായിരുന്നു. കോതമംഗലം രൂപതയുടെ സാമൂഹ്യ സേവന വകുപ്പിൻ്റെ കീഴിൽ കരിമ്പിനിൽ പ്രവർത്തിച്ചിരുന്ന ഗിരിദീപം ഹെൽത്ത് സെൻറ്റർ നവീകരിച്ച് ഇടുക്കി മെത്രാസന മന്ദിരമാക്കി മാറ്റി. പുതിയ രൂപതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും വിധത്തിൽ 124 പള്ളികളും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും 121 സ്കൂളുകളും 5 ആശുപത്രികളും 10 ഡിസ്പെൻസറികളും 4 അഗതി മന്ദിരങ്ങളും ഒരു പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയായിരുന്നു ഇടുക്കി രൂപത സ്ഥാപിതമായത് എന്നത് അന്ന് രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെയും ഹൈറേഞ്ചിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികരുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും നിസ്വാർത്ഥമായ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ്. ഒരു രൂപതയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള വ്യവസ്ഥാപിത സംവിധാനത്തോടു കൂടിയ ഒരു രൂപതയായിട്ടാണ് കോതമംഗലം രൂപതയിൽ നിന്നും ഇടുക്കി ജന്മം കൊണ്ടത് എന്നത് കോതമംഗലം രൂപതയ്ക്ക് എന്നും ചാരിതാർത്ഥ്യം നൽകുന്ന വസ്തുതയാണ്. ഇടുക്കി രൂപത സ്ഥാപിതമായ ശേഷവും കോതമംഗലം രൂപതയിലെ 50ഓളം വൈദികർ പുതിയ രൂപതയുടെ അജപാലന ആവശ്യങ്ങൾ പരിഗണിച്ച് അവിടെ ശുശ്രൂഷ തുടർന്നു. ഇടുക്കി രൂപത സ്ഥാപിതമായ ശേഷം ഏകദേശം 10 വർഷത്തോളം കോതമംഗലത്തെ വൈദികരുടെ സാന്നിധ്യം ഇടുക്കിയിലുണ്ടായിരുന്നു. സുവർണ ജൂബിലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കോതമംഗലം രൂപത 46 വത്സരങ്ങളുടെ പ്രേക്ഷിത സബരിയുടെ ഫലമായി സഭയ്ക്ക് നൽകിയ സംഭാവനകളായിരുന്നു ഇടുക്കി.